ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഏഴാമത്തെ ദിവസത്തിലെ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ആദ്യം തന്നെ ഔട്ടായി. അതാദ്യം തന്നെ ഔട്ടാക്കി വിട്ടു. ഞാൻ ഇന്നലെ 3 പേരുടെ പിന്നെ എവിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി 3 പേരുടെ. അതിൻ്റെ അകത്ത് ഒരാൾ മുൻഷി രഞ്ജിത്തേട്ടനായിരുന്നു. എൻ്റെ ജഡ്ജ്മെൻറ്റിൽ രണ്ടാമത്തെ ആളായിരുന്നു. ആദ്യത്തെ ആൾ ശൈത്യയായിരുന്നു. പക്ഷേ ശൈത്യ രക്ഷപ്പെടാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് അപ്പാണി ശരത്തായിട്ടും നമ്മുടെ അക്ബറായിട്ടും നല്ല കമ്പനിയായിരുന്നു. സോ അതും പിന്നെ കൂടാതെ പുള്ളിക്കാരീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആയിരിക്കാം വോട്ട് ചെയ്യാതിരിക്കാൻ കാരണം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻഷി രഞ്ജിത്തേട്ടൻ ഔട്ടാവാനുള്ള കാരണം ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരെ ആളല്ല. പിന്നെ പുള്ളിക്കാരുടെ സംസാരം വളരെ കുറവായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എഴുതിയിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് എഴുതിയിട്ടത് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം എഴുതിയിട്ടിട്ട് കാര്യമില്ല. ഇവരിതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഒരു ഗെയിമിലേക്ക് വരേണ്ടത്. അതിന് ഇന്ന പോലെ പരാതി പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ അത് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അകത്ത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം ആദിലാനൂറിൻ്റെ ആയിരുന്നു. അത് അവർ പറഞ്ഞത് അവരുടെ ലൈഫിൽ നടന്നുപോയ കാര്യങ്ങൾ പ്രീ ജഡ്ജ്മെൻ്റലായിട്ട് നമ്മുടെ അനീഷ് പറഞ്ഞത്. അത് ഒരിക്കലും ശരിയായിട്ടില്ല. അത് പിന്നെ അറിയാതെ ഒരു കാര്യം അറിയാതെ അവരുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ നടന്ന കാര്യം അറിയാതെ പുള്ളി പറഞ്ഞത് അത് ശരിയായിട്ടില്ല. അത് തന്നെ ലാലേട്ടൻ പിന്നെ എക്സാമ്പിൾ സഹിതം പറയുകയും ചെയ്തു. പിന്നെ നടന്നത് പിന്നെയും കുറച്ചും കൂടെ വാലിഡായിട്ട് തോന്നിയത് ഷാനവാസ് ഖേൻ്റെ കാര്യമാണ്. നമ്മുടെ അനുമോളിനെ പിന്നെ കളിയാക്കിയത് ഡോക്ടറിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ട്. അതും പിന്നെ പുള്ളിക്കാരൻ ഒരു എസ്കേപ്പിസം മോഡായിരുന്നു, തടി തപ്പലായിരുന്നു. പുള്ളിക്കാരൻ ചെയ്തു തന്നെയാണ്. അത് ഗ്രൂപ്പ് കാരണം അങ്ങനെ ആയി എന്നൊക്കെ എടുത്തിട്ടു. അത് ലാലേട്ടൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അതാണെന്ന് മനസ്സിലായി. പിന്നെ അനുമോൾ കുറച്ച് ഓവറാണ് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്കാരിക്ക് ഒരു പലരും പറയുന്നത് കേട്ടിട്ടാണ് പുള്ളിക്കാരി ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മൂഡ് സ്വിങ്ങൊക്കെ വരുമ്പോഴാണ് പുള്ളിക്കാരി പലതും വിളിച്ചു പറയുന്നത്. അപ്പം മേ ബി മുന്നോട്ട് പോകുമ്പോൾ കാണാം അത്ര സുഖമായിട്ട് വന്നിട്ടില്ല. ഒന്നും പിന്നെ എന്താ പറയുക, ഗെയിം പോലും ഇല്ലാതെ ചുമ്മാ വന്നിട്ട് അപ്പം എന്താണോ തോന്നുന്നത് അത് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മേ ബി പോകെ പോകെ അറിയാൻ സാധിക്കുമായിരിക്കും. പിന്നെ ഇത്രയൊക്കെയാണ് നടന്നത്. വേറെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല.